എന്താ മോളെ ഇത്? നീ ഭദ്രനെ അവഗണിച്ചുകൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത അവന്റെ മുമ്പിൽ നീ തലവെച്ചു കൊടുക്കാൻ പോവാണോ? കൊള്ളാലോ ഇത്. എടി, ഞാൻ നിന്റെ പുറകെ കുറേ നടന്നതല്ലേ. നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചു. പക്ഷേ അപ്പോഴൊക്കെ നീ രക്ഷപ്പെട്ടു. ഈ ഭദ്രനെ നീ പലവട്ടം തോൽപ്പിച്ചു. ഇപ്പൊ കല്യാണം ബന്ധുക്കളെയൊക്കെ അറിയിച്ച് നീ ഇതങ്ങ് കേമമായിട്ട് നടത്താൻ പോകുന്നു. അപ്പോ ഈ ഭദ്രനാരായി? അല്ല, നടത്തിക്കോ. നിന്റെ കല്യാണം കൊട്ടും പാട്ടും മേളമൊക്കെ ആയി ഗംഭീരമായിട്ടങ്ങ് നടത്തിക്കോ. പക്ഷേ അതിനു മുമ്പേ ഒരു ചടങ്ങുണ്ട് മോളെ. ആ ചടങ്ങെ നമുക്കങ്ങ് പൂർത്തിയാക്കിയാലോ? അല്ല, സാധാരണ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യ രാത്രി. മുല്ലപ്പൂവൊക്കെ വിരിച്ച് മണവാളൻ മണവാട്ടിയെ പ്രതീക്ഷിച്ച് മുറിയിൽ കാത്തിരിക്കണം. അപ്പൊ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഒക്കെയായി നാണിച്ച് മണിയറയിലേക്ക് വരും. പിന്നെ മണവാളനും മണവാട്ടിയും തമ്മിൽ പാല് പങ്കുവയ്ക്കുന്നു, മനസ്സ് പങ്കുവയ്ക്കുന്നു, അങ്ങനെ അങ്ങനെ എല്ലാം പങ്കുവയ്ക്കുന്നു. അതുപോലെ ഇപ്പൊ ഇവിടെ നീയും ഞാനും മാത്രം. പിന്നെ ഇവിടെ മുല്ലപ്പൂവും പാൻ ഗ്ലാസ് ഒന്നുമില്ല. പക്ഷെ ഉള്ളത് വെച്ച് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം.